കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ് മാറും എന്നുള്ള കാര്യത്തിന് ഞാൻ ഗ്യാരണ്ടി. പക്ഷെ ഒറ്റ പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അത് വേറെ കാര്യം. പോയില്ലെങ്കിൽ എന്നെ നിങ്ങൾ വന്ന് തെറി വിളിച്ചോ, കുഴപ്പമില്ല. കണ്ടോ കണ്ടോ, കാക്കയ്ക്ക് അർത്ഥടിച്ച പോലെയില്ലേ. ഹലോ ഗൈസ്, എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ് മാറുന്നില്ലെങ്കിൽ ഈ റുട്ടീൻ, അതായത് ഞാൻ പറയാൻ പോകുന്ന ഈ റുട്ടീൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാറും എന്നുള്ള കാര്യം 100% ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ ആദ്യം ഞാൻ പറയുന്ന ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. എന്നാലേ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവുള്ളൂ. ഇത് വരാനുള്ള കുറച്ച് റീസൺസ് ഞാൻ പറയാം. ഈ ഡാർക്ക് സർക്കിൾസ് വരാനായിട്ട് കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്ന് ജെനറ്റിക്സ്, ഒന്ന് സൺ എക്സ്പോഷർ, പിന്നെ മൂന്നാമത്തെ കാര്യം വെള്ളം കുടിക്കാണ്ടിരിക്കുന്നത്, കണ്ണ് തിരുമുന്നത്, പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുന്നത്, സൺഗ്ലാസ് വെക്കാണ്ടിരിക്കുന്നത്, നമ്മുടെ സ്ക്രീൻ ടൈം കൂടുന്നത്, അതുപോലെ തന്നെ വേറെന്താ പറയാനുള്ള ഉറക്കം. അത് മെയിനാണ്. എന്നെപ്പോലെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഉറങ്ങുക ഗൈസ്. ഇങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് വരും. എനിക്ക് വന്നു. അതായത് ഞാൻ ഉറക്കം ഭയങ്കര കുറവാണ്. അതായത് 2-3-4 ദിവസമായി ഞാൻ നല്ലപോലെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. എനിക്കറിയത്തില്ല, അങ്ങനെ പറയണോ, എനിക്കറിഞ്ഞൂടാ. എനിക്ക് രാത്രി ഒന്നും ഉറക്കമില്ല. ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെ പറഞ്ഞിട്ട് മൊത്തം സ്ക്രോളിംഗ് ആണ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ പറയണത് കിടന്നുറങ്ങും, വെള്ളം കുടിക്കും. ഞാൻ വെള്ളം കുടിക്കത്തില്ല. വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഇതുപോലെ വരും. അടുത്ത പരിപാടിയാണ് കണ്ണിങ്ങനെ അങ്ങോട്ട് തിരുമണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താലും ഈ ഡാർക്ക് സർക്കിൾസ് വരും. സ്ക്രീൻ ടൈം കുറയ്ക്കുക, ഡീഹൈഡ്രേഷൻ നന്നായിട്ട് സെറ്റാക്കുക. ഈ സ്ക്രീൻ ടൈമില്ല, ഇപ്പോൾ നമ്മളെല്ലാവരും, അതായത് അപ്പന്മാരും അതിൽ കുഞ്ഞു മക്കൾ വരെ സ്ക്രീൻ ടൈം അവർക്കത് ഭയങ്കര കൂടുതലാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഈ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ലൈറ്റ് കാരണം നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസസ് ഭയങ്കര നല്ല ചാൻസ് വരും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു മിസ്റ്റേക്കാണ്, എൻ്റെ മേക്കപ്പ് ഞാൻ റിമൂവ് ചെയ്യാണ്ട് കിടന്നുറങ്ങണത്. അതായത് പ്രത്യേകിച്ച് കണ്ണിൻ്റെ മേക്കപ്പ്. അതായത് ഞാൻ കാജൽ നല്ലോണം യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ കാജൽ യൂസ് ചെയ്തിട്ട് എൻ്റെ കണ്ണിന് നല്ല വൃത്തിക്കാൻ കഴിക്കത്തില്ലായിരുന്നില്ല. അപ്പം അങ്ങനെ എനിക്ക് നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഉണ്ടായത്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, കാജലൊക്കെ ഇങ്ങനെ ദിഗംബരനെപ്പോലെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, മൊത്തം ഡാർക്ക് സർക്കിൾസ് ആയിരുന്നു. എന്താ പറയുക, ഇവിടെ ഇങ്ങനെ കറുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും പറയും, അത് ട്രൈ ചെയ്യേ, ഇത് ട്രൈ ചെയ്യേ, മറ്റേത് ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറയും. എനിക്കതൊന്നും വലിയ എഫക്റ്റായിട്ട് തോന്നിയൊന്നുമില്ല. എനിക്ക് നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം സെറ്റായി. നല്ലോണം സെറ്റായി. എനിക്കത് പറയാണ്ടിരിക്കാനേ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, ഈ പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരില്ലേ, അവർ ശരിക്കും ഇത് കംപ്ലീറ്റ് മാറുമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ നമുക്ക് റെഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് നല്ലോണം കുറയ്ക്കാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെ പക്ഷെ ശ്രദ്ധിക്കണം. പിന്നെ പറയുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ എന്തായാലും ചെയ്യാൻ പോവാം. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കാണിക്കുന്നത്, കാരണം ഞാൻ ഉറങ്ങിയിട്ട് 2-3-4-5 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലോണം വരാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ? എന്തായാലും ഉണ്ട്, സംഭവം ഉണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, പിന്നെ ഈ ഒരു കംപ്ലീറ്റ് റൊട്ടീൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇനി എന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും ചെയ്യണം. കാരണം ഉണ്ടല്ലോ, വരണത് ഇപ്പോഴേ മുതൽ തടഞ്ഞില്ലെങ്കിൽ എൻ്റെ എനിക്ക് വയ്യ. എനിക്ക് ആദ്യമേ കോളേജിൽ വെച്ചിട്ട് ഞാനിത് മാറ്റാൻ പെട്ട കഷ്ടപ്പാടുണ്ടല്ലോ, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്കിത് വരുത്താൻ പറ്റത്തില്ല. ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര ശോക. നമ്മുടെ അടുത്ത് എല്ലാവരും പറയും, ഇതെന്തോ കണ്ണ് കറുത്തിരിക്കണം, ഉറക്കാറില്ലേ. ഇത് മാറാനാണെങ്കിലും പണ്ടാറടങ്ങാട്ട് ഭയങ്കര പാട്. അപ്പം അതുകൊണ്ട് ഇത് വരുന്ന ആൾക്കാർ മുന്നേ തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് സെറ്റാക്കിക്കോണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനുണ്ടല്ലോ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയോ ക്രീമൊക്കെ മേടിച്ചിട്ട് കണ്ണിലൊക്കെ തേച്ചിട്ടൊക്കെ ഉണ്ട്. എവിടെ ഒരു വ്യത്യാസമില്ല. പക്ഷെ ഞാൻ ഈ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഉറക്കം പ്രോപ്പറാക്കി വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഞാൻ വെള്ളം കുടിക്കലായിട്ട് വേറെ ഇരിക്കുന്നത്. അപ്പോൾ ഉറക്കം ശ്രദ്ധിച്ചു, വെള്ളം കുടിക്കാൻ തുടങ്ങി, കണ്ണ് തിരുമാണ്ടിരിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കണ്ണ് തിരുമാണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കുറച്ചു, നേരത്തെ ഉറങ്ങാൻ തുടങ്ങി. 7 മണിക്കൂർ 8 മണിക്കൂർ കറക്റ്റ് ഉറക്കം പ്രോപ്പറാക്കി. അതായിരുന്നു ഏറ്റവും ഭയങ്കര അടിപൊളി എന്നുള്ളൊരു കാര്യം. പിന്നെ കാജളുടെ യൂസ് അത് താഴെ എഴുതുന്നത് ഞാൻ കുറച്ചു. പിന്നെ വല്ലപ്പോഴൊക്കെ കണ്ണെഴുതും, കാരണം എഴുതാണ്ട് ഇരിക്കത്തില്ല, അന്നേരം കണ്ണെഴുതുന്നത് കുറച്ചു. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഡാർക്ക് സർക്കിൾസ് കംപ്ലീറ്റ് പോയി. സത്യം പറയട്ടെ, അത്രയും പോയി.
എനിക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു, ഇത്രയും പോയോ ആ ഒരു സാധനമായിരുന്നു ശരിക്കും എനിക്ക്. പിന്നെ എനിക്ക് ട്രൈപ്പോഡുള്ള അതുകൊണ്ട് എൻ്റെ കയ്യിലാണ് ഞാൻ ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ആദ്യത്തെ പരിപാടി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അതായത് നമ്മുടെ പൊട്ടറ്റോ ജ്യൂസില്ലേ, അയ്യോ അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, അത് അടിപൊളിയാണ് വൈറ്റനിങ്ങിന്. അതായത് ഫേസിലിടാനാണെങ്കിൽ അണ്ടർ ആംസിൽ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, പൊട്ടറ്റോ ജ്യൂസ് ഇസ് ഗുഡ് ഫോർ അണ്ടർ ആംസ്. അയ്യോ അടിപൊളി എന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിട്ട് ബ്രൈറ്റനാവും. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാവേ. നമുക്ക് എന്തായാലും വീട്ടിലോട്ട് എടുക്കാം. ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് ഇല്ലേ, അത് അടിപൊളി സാധനമാണ്, നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല. പൊട്ടറ്റോ ജ്യൂസ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഐസ് ക്യൂബാക്കി വെക്കണം. ഐസ് ക്യൂബ് ആക്കിയിട്ട് നമ്മൾ പൊട്ടറ്റോ ജ്യൂസ് എടുക്കണം. എന്നിട്ട് തുണിയിലോ അല്ലെങ്കിൽ നമ്മുടെ തുണിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലിങ്ങനെ ഡയറക്റ്റ് വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ. എന്നിട്ട് നമ്മുടെ കണ്ണിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് അടിപൊളിയാണ്. കുറച്ച് നേരം അവിടെ വെക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം. റോസ് വാട്ടർ വെച്ചിട്ട്, നോർമൽ വാട്ടർ വെച്ചിട്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഇതിലൊക്കെ ആവട്ടെ, ഇതിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാക്ക് ഇടണം. ആ 2 പാക്ക് എന്തോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോണ കാര്യം ചെയ്യാം. ആദ്യം എന്തായാലും സംഭവം പൊട്ടറ്റോ ജ്യൂസ് എന്തായാലും അപ്ലൈ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോണ പാക്ക് ഇടുക. അതിനുശേഷം നൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അലോവേര ജെല്ലില്ലേ, അലോവേര ജെല്ലിൻ്റെ അകത്തേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളില്ലേ, അതിന് ഭയങ്കര വിലക്കുറവാണ്. നിങ്ങളത് എന്തായാലും യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് മസ്റ്റ് ആയിട്ടുള്ള സാധനം, മസ്റ്റ് ആയിട്ടുള്ള സാധനം. അതായത് നൈറ്റ് കിടക്കണേക്ക് മുന്നേ ഈ അലോവേര ജെല്ലിൻ്റെ അകത്ത് ഈ ഒരു 2-3 തുള്ളി വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ടിട്ട്, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഡ്രോപ്സ് ഉള്ളിലത്തെ ആ സാധനമില്ലേ, അതിട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ കണ്ണിൽ നല്ലോണം മസാജ് ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങുക. ഇത് മിസ്സാക്കാനേ പാടത്തില്ല. അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് റിസൾട്ട് എന്തായാലും കിട്ടാൻ പോണില്ല. നിങ്ങൾ എന്താ പറയുക, പൊട്ടറ്റോ ജ്യൂസ് ഒഴിവാക്കിയാൽ ഇത് ഒഴിവാക്കല്ലേ പ്ലീസ്. പക്ഷേ പൊട്ടറ്റോ ജ്യൂസ് അടിപൊളിയാണ് കേട്ടോ, ബ്രൈറ്റൻ ആവുന്നുള്ള കാര്യം ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി സൂപ്പറാണിത്. അത് ഒഴിവാക്കരുത്, ഇതൊന്നും ഒഴിവാക്കണ്ട കേട്ടോ. നമുക്ക് പാക്കിനായിട്ട് വേണ്ട സാധനം എന്തൊക്കെയാണെന്നറിയാമോ? അതിലായിട്ട് വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക, കുറച്ച് കടലമാവ് എടുക്കുക, കുറച്ച് കാർഡ് എടുക്കുക. എല്ലാം ഈക്വൽ അളവിലാണ്, ഒരു പിഞ്ച് മതി. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ കണ്ണിൽ അപ്ലൈ ചെയ്യുക. ഇത് മാക്സിമം ഒരു 5 to 8 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ നല്ലോണം റിങ്കിൾസ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അലർജി ഉള്ളവർക്കാണെങ്കിൽ അലർജി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. വെറുതെ എന്തിനായിട്ട് നമ്മളായിട്ടൊരു പണി മേടിക്കുന്നേ. എന്നിട്ട് വാഷ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം തൊട്ടിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വൈപ്പ് ചെയ്ത് കളയുക. ഇത് തുടച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും, പക്ഷേ അത് കാര്യമാക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയൂ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.